ഇത് ബിജെപിയുടെയോ കോൺഗ്രസിന്റെയോ യുദ്ധമല്ല. ഇത് ഇലക്ഷൻ കമ്മീഷനും പൊതുജനങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്. ഇതിന് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധി ആണ് എന്നുള്ളത് മാത്രമാണ് കാര്യം. 2 ദിവസം മുമ്പും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു സത്യവാങ്മൂലം സൈൻ ചെയ്യാൻ രാഹുൽ ഗാന്ധിയോട്. എന്നാൽ രാഹുൽ ഗാന്ധി ഇത്രയും നാണം കെടുത്തിച്ചും മാനം കെടുത്തിച്ചും ഇസിഐക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒരു ഡിഫമേഷൻ കേസ് എന്തുകൊണ്ടാണ് ഇസിഐ ഫയൽ ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കേസ് ഫയൽ ചെയ്യുന്നവർക്കാണ്. ഇസിഐക്ക് അത്രയ്ക്ക് ഇസിഐയിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ ഡിഫമേഷൻ കേസ് അങ്ങ് കൊടുത്ത് അതങ്ങ് തെളിയിച്ച് കാണിച്ചു കൊടുക്കും. ആരോപണങ്ങൾ സത്യമാണോ എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക കോപ്പികൾ വായിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ വെബ്സൈറ്റുകളും ഓപ്പൺ ആവുന്നില്ല. അടുത്തൊരു തമാശ, രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന വോട്ട് മോഷണ തെളിവുകൾ ഇസിഐയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ശരിക്കും ഇങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സത്യവാങ്മൂലം ഒപ്പിടാത്തത്? ഇത് ചോദിക്കുന്ന എല്ലാവരും 3 കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമപ്രകാരം രാഹുൽ ഗാന്ധി രേഖാമൂലം തെളിവുകൾ നൽകാതെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം ആരംഭിക്കാൻ ഇസിഐക്ക് കഴിയില്ല. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു എതിർപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ അന്വേഷിക്കപ്പെടേണ്ടതുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ തെളിവുകൾ സത്യവാങ്മൂലം സമർപ്പിച്ചാലും ഈ നിയമപ്രകാരം ഈ ആരോപണങ്ങൾ അന്വേഷിക്കത്തില്ല. അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട നിയമം ഈ കേസിൽ അസാധുവാണ്. രണ്ടാമതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ഹർജിയിലൂടെ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ എന്നാണ്. അത് ശരിയാണ്. പക്ഷേ അത്തരം ഒരു ഹർജി തെരഞ്ഞെടുപ്പിന് ശേഷം 45 ദിവസത്തിനകം മാത്രമേ ഫയൽ ചെയ്യാൻ കഴിയൂ. അതിനാൽ ഇവിടെ അതും ബാധകമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം രാഹുൽ ഗാന്ധി വൈകിയത്? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ രാജ്യം എയും 5Gയും ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തില് വോട്ടർ ലിസ്റ്റ് പോലുള്ള പ്രധാന രേഖകൾ 7 അടി ഉയരത്തിൽ കടലാസ് കെട്ടുകളായാണ് നൽകുന്നത്. പുതിയ ഫോണിലേക്ക് മാറുമ്പോൾ അഡ്രസ് ബുക്കിന്റെ പ്രിന്റ് ഔട്ട് തന്ന് എല്ലാ കോൺടാക്റ്റും മാനുവലായി ചേർക്കാൻ പറയുന്നതിന് തുല്യമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക്കായി വായിക്കാവുന്ന ഡാറ്റ നൽകാൻ വിസമ്മതിച്ചതിനാൽ വോട്ടർ പട്ടിക വിശകലനം ചെയ്യാൻ 6 മാസം എടുത്തു. ഇരട്ട വോട്ടർമാരെയും വ്യാജ വോട്ടർമാരെയും ഒക്കെ കണ്ടെത്താൻ നല്ല സമയം വേണമായിരുന്നു. മാത്രമല്ല ഒറ്റമുറി വീട്ടിൽ 80 വോട്ടർമാരും അതുകൂടാതെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമായിരുന്നു. ഇനിയുമുണ്ട് ഒരാൾക്ക് 50 കുട്ടികൾ. ഇതെല്ലാം കണ്ടെത്താൻ നല്ല സമയം എടുക്കും. അപ്പോൾ വലിയൊരു ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് എന്ത് കിട്ടാനുണ്ട്? ജനാധിപത്യം എന്നതിൽ വിശ്വസിക്കുന്ന നമ്മളെ പോലെയുള്ള പൊതുജനങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കും. എല്ലാത്തിലും ഉപരി ഇത് നമ്മുടെ വോട്ടിന്റെ കാര്യമാണ്. ഇപ്പോൾ ഈ ഫലങ്ങളൊന്നും മാറ്റാൻ കഴിയില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ സ്വയം ആന്തരിക അന്വേഷണം ആരംഭിക്കാം. അല്ലെങ്കിൽ ഒരു കോടതിക്ക് സ്വന്തം നിലയിൽ ഈ പരാതി സ്വീകരിച്ച് ഒരു അന്വേഷണം ഉത്തരവിടാം. ഈ 2 സാഹചര്യങ്ങളിലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒരു സത്യവാങ്മൂലം ആവശ്യമില്ല. ഇവിടെ മനസ്സിലാക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലും ജനാധിപത്യത്തിലും വിശ്വാസമർപ്പിക്കുന്ന എല്ലാ വോട്ടർമാർക്കും ഉത്തരം നൽകേണ്ടതുണ്ട്.